ഏതായാലും അതാണ് രണ്ടാമത്തെ കാരണം പറഞ്ഞത്. ഖുറൂജൻ മിൻ ഖിലാഫി മാലിക്കിൻ വഅഹ്മദ് റഹിമഹുല്ലാ. ഓക്കെ, അപ്പം അൽ മൽമലത്തു വൽ രണ്ടുപേരും മൽമലത്ത് എന്ന് പറഞ്ഞാൽ വായിൽ വെള്ളം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇസ്തിൻഷാഖ് എന്ന് പറഞ്ഞാൽ ഇനി ഒരാള് ഇസ്തിൻഷാഖ് എന്ന് പറയാം. മുഴുവൻ തടവാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല, ഒരു വാക്ക് തന്നെ അല്പമേ തടവൂ എങ്കിൽ ശബ്ദമാണ് വരിക. അതാണ് മൽമല. ആ അല്പം ശബ്ദത്തിൽ അത് വന്നിട്ടുണ്ടാവുക. നാസിയത്താവൽ സുന്നത്താണ്. ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവും. നാസിയത്ത് മൂർത്താവാണ്, തലയുടെ ഇതിൽ ഏറ്റവും ചുരുങ്ങിയത് വായിൽ വെള്ളം തലയുടെ മുകൾ. അപ്പൊ കുറച്ച് തടവാണെങ്കിൽ തലയുടെ മുകൾ ഭാഗം തടവുക, അതാവലാണ് ഏറ്റവും ചുരുങ്ങിയത്. വെള്ളം വെക്കലാണ് ഇലൽ ഫമി വൽ അൻഫി, വായിലേക്കും മൂക്കിലേക്കും. അഴിക്കണം എന്നൊന്നുമില്ല. പിന്നെ വായിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിൽ തൊപ്പി അഴിച്ച് ഇടങ്ങേറാവൊന്നും വേണ്ട. തൊപ്പിന്റെ മുകളിലൂടെ. എന്നാൽ പരിപൂർണമായ രീതിയോ വൽ അക്മലു, പരിപൂർണമായ രീതി. ഏതായാലും ഒരാള് ബാലിന്റെ മേൽ വെള്ളം മുഴുവനായിട്ടും തടവാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ ഫൽ ഔല, അപ്പൊ ഏറ്റവും നല്ലത് 3 കവിൾ അത് അതായത് നമ്മളൊരു കവിൾ ഒരു കവിൾ വെള്ളം എടുക്കും എന്ന് മാത്രമല്ല എന്നിട്ട് ആ വെള്ളം കൊണ്ട് ഒരു 4/1 ചുരുങ്ങാതിരിക്കലും നിർബന്ധമാണ്, അല്ലെങ്കിൽ അത്യാവശ്യമാണ്, നല്ലതാണ്. ബാക്കി വെള്ളം ചുരുക്കാന്ന് പറയുമ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുടി മാത്രം തടവിയിട്ട് നിർബന്ധത്തിന് കഴിച്ചിലാവുക, അങ്ങനെയല്ല. ഇതുപോലെ രണ്ടാമത് വേറെ 4/1 വേണം എന്ന രീതിയിൽ നമ്മൾ ഒഴിവാക്കുന്നു, തടവുക. 4/1 അതുപോലെ മൂന്നാമതും ഇതുപോലെ ആ 4/1 ഭാഗമെങ്കിലും നമ്മളുടെ തല തടവുന്ന പരിധിയിൽ വരണം. അതാണ് സുന്നത്തായ രൂപം. ഇതേപോലെ വെള്ളം രണ്ട് ഓരോ സമയത്തും ഒന്ന് തല മുഴുവനായിട്ടും തടവലാണ് നല്ലത്. അല്ല, ഇനി നിങ്ങൾക്ക് മുഴുവനായിട്ട് തടവാൻ വയ്യെങ്കിൽ കുറച്ച് തടവിയാൽ മതി. പക്ഷെ ആ കുറച്ച് എന്നുള്ളത് ഏതിനേക്കാളും കുറവാകാൻ പാടില്ല, പരിപൂർണമായ രീതി. അതെന്തിനാന്ന് ചോദിച്ചാൽ കൊണ്ടാണ് ഇത് ഇമാം അബൂ ഹനീഫ അല്ലെങ്കിൽ 3 ഖുർഫത്ത് 3 വെള്ളം കൊണ്ട് 3 ഹനഫി മദ്ഹബിന്റെ അഭിപ്രായത്തിൽ നിന്നും നമ്മൾ തവണകളിലൂടെയാണ്. കാരണം എന്താ, ഹനഫി മദ്ഹബിന്റെ അഭിപ്രായ പ്രകാരം ഏറ്റവും ചുരുങ്ങിയത് 4/1 ഭാഗമെങ്കിലും ഓരോന്നിലും എന്താവണം, നമ്മൾ ചുരുക്കുമ്പോൾ തന്നെ 4/1 വേണം. കാരണം ഹനഫി മദ്ഹബിൽ നിന്നും അഭിപ്രായം എന്ന് മാത്രമല്ല ഇത് രണ്ടിലും അഭിപ്രായം പരമാവധി ആണ്. 4/1 നിർബന്ധമാണ്. വെള്ളം വായിലേക്കും മൂക്കിലേക്കും ഒഴിക്കലും സുന്നത്താണ്. അപ്പൊ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ തല തടവുന്നതുമായി എങ്ങനെയാണ് പരമാവധി എന്നുള്ളത് അവിടെ പറയുന്നത്. ഏതൊക്കെ മദ്ഹബാണ് 4/1 ഇതൊക്കെ ആ രീതിയിലാണ് പറയും എന്ന് പറഞ്ഞാൽ, വെള്ളം പല്ലിന്റെ ഇടകളിലും അതുപോലെ മോണകളിലും മൂക്കിന്റെ കാര്യത്തിൽ വെക്കുമ്പോൾ മൂക്കിന്റെ കുറച്ച് അപ്പുറത്ത് 2 ദ്വാരങ്ങളുടെ ഉള്ളിലേക്കും ഒക്കെ എന്താവണം, വെള്ളം പോവണം. ആ രീതിയിൽ എന്താവണം, വെള്ളം കുറച്ച് ശക്തമായി തന്നെ നമ്മൾ വായിലേക്കും മൂക്കിലേക്കും കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ വുളു എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മൂക്കിൽ പിന്നെ വൃത്തികളൊന്നും എന്നതാണ് അതിന്റെ ഒരു ശരി. 4/1 പിന്നെ ജലദോഷം പിടിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കുകയും ചെയ്യും. ഇപ്പോ ചില ആളുകളൊക്കെ എപ്പോഴും അവരുടെ ലോകത്ത് ഏറ്റവും കൂടുതലുള്ള മദ്ഹബ് ഏതാ തീരെ ശ്രദ്ധിക്കൂല. ചില ആളുകൾ ശ്രദ്ധിക്കുകയില്ല. ആളുകൾ സംസാരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് തന്നെ ചിലപ്പോഴൊക്കെ തോന്നില്ല, ഇവരെന്താ കണ്ണാടിയിൽ നോക്കാറില്ലേ, അങ്ങനെയും നോക്കിയാൽ എന്തുണ്ടാവും, വൃത്തികേടുണ്ടാവും. പക്ഷെ അതൊന്നും വിഷയാക്കാതെ ചില ആളുകൾ ഉണ്ടാവും. സാധാരണഗതിയിൽ ഒരാൾ ഈ പറഞ്ഞ സുന്നത്തനുസരിച്ച് വുളു എടുത്താൽ തന്നെ 5 നേരം വുളു എടുക്കുന്നുണ്ടല്ലോ. പിന്നെ ആളുകൾ സംസാരിക്കുന്ന സമയത്തൊന്നും എന്തായാലും ഈ വൃത്തികേടുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പൊ ഏതായാലും പൂർണ്ണമായ രൂപം എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. ഈ രീതിയിലാണ് എന്ന് പറയുമ്പോ തന്നെ എന്തു വേണം താനും വൽ മുബാലഗത്തു ഫീഹിമ, വായിൽ വെള്ളം കുപ്പിക്കുന്ന കാര്യത്തിലും മൂക്കിൽ വെള്ളം കയറ്റുന്ന കാര്യത്തിലും രണ്ടിലും മുബാലഗത്തിലും സുന്നത്താണ്. അത് നോമ്പ് ഇല്ലാത്ത ആൾക്കാർക്കാട്ടോ പറഞ്ഞത്. പക്ഷേ നോമ്പ് ഇല്ലാത്ത ആളുകളാണെങ്കിലാണ് രണ്ടും പരമാവധിയാക്കൽ അല്ലെങ്കിൽ അധികരിപ്പിക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുള്ളത്.
അതേസമയം അമ്മ സ്വായിമു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഫതുക്റഹുലഹു നമ്മൾ നേരത്തെ പല കേസിലും കേസിൽ പറഞ്ഞ പോലെ തന്നെ നോമ്പുകാരന് ഇത് കറാഹത്തും നടക്കും, അവിടെ അങ്ങനെയും നടക്കും. നോമ്പുകാരന് ഇത് കറാഹത്തും ആണ്. കാരണം നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം വായിലും അതുപോലെ തന്നെ മൂക്കിൽ ഒരുപാട് വെള്ളം കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഖുതുബന്റെ ഭാഷ മലയാളേ പറ്റുള്ളൂ എന്ന് ഭയങ്കരമായിട്ട് പ്രസംഗിക്കും. നല്ല ഈസി ആയിട്ട് പണ്ട് വല്യമ്മ പറഞ്ഞ നോമ്പൊക്കെ എങ്ങനെ ഉണ്ട് വല്യമ്മ വായിച്ചില്ലേ? അപ്പൊ മുത്തനബിന്റെ സുന്നത്തുള്ളതുകൊണ്ട് നോമ്പ് അങ്ങനെ പോകുന്നുണ്ട് പറഞ്ഞു. എന്താ ഈ മുത്തനബിന്റെ സുന്നത്ത് കൊടുത്തിട്ട് വെള്ളം കുടിക്കലാണ് സമ്മേളനങ്ങൾക്കും മറ്റു വല്യമാരുടെ വിചാരം റമദാൻ മാസം എന്താക്കാ അപ്പൊ വെള്ളം കുടിക്കാൻ മുത്തനബിന്റെ സുന്നത്തോട്ട് ഇങ്ങനെ പിന്നെ വെള്ളം കുടിച്ചിട്ട് മദ്ഹബിന്റെ ഇമാമിങ്ങളെ ഇത് നോമ്പെടുത്തിട്ട് എന്താക്കാൻ പറ്റില്ല, വായിലേക്ക് മൂക്കിലേക്ക് ഓവറായിട്ട് വെള്ളം കയറ്റാൻ പറ്റില്ല. അത് പാകത്തിനെ പറ്റുള്ളൂ. അതേസമയം അതല്ലാത്ത സമയങ്ങളിൽ അല്ലാത്ത മുഴുവൻ സമയങ്ങളിലും മുബാലഗത്ത് ചെയ്യൽ, വെള്ളം ഒരുപാട് കയറ്റലും ഒരുപാട് വെള്ളം മൂക്കിൽ കയറ്റലൊക്കെ സുന്നത്തും ആണ് എന്നതാണ്. ഇതൊക്കെ പഠിച്ച് സ്വന്തം മനസ്സിലാകുന്ന രീതിയിൽ ക്ലിയർ ആയല്ലോ അല്ലെ എന്നുള്ള അഭിപ്രായം അവർക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് അവരെന്താണത് അതിനനുസരിച്ച് പോണത്. ഓക്കെ അല്ലേ? പോട്ടെ. ഏതായാലും ഇതാണ് ഇസ്തിആബു മസ്ഹിർ റഅസി, തല മുഴുവനായിട്ടും തടവുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി അതിന്റെ ബാക്കി കുറച്ച് കാര്യം കൂടെ. വൽ അഫ്ളലു ഫീ കൈഫിയത്തിൽ ഇസ്തിആബി, അപ്പൊ ഇതാണ് ഒന്നാം ഘട്ടം. ഇനി രണ്ടാമത്തേത് ഇദാറത്തുൽ മാഇ ഫിൽ ഫമി സുമ്മ മജ്ജുഹു മിൻഹു സുമ്മ യദ്ഹബ ബിഹിമാ മഅ ഇദാറത്തുൽ മാഇ ഫിൽ ഫമി സുമ്മ മജ്ജുഹു സുമ്മ യറുദ്ദഹു വെള്ളം വായ്ക്കകത്ത് കറക്കലും. ഇത് പൂർണ്ണമായും എങ്ങനെയാണ് നമ്മൾ തല തടവേണ്ടത് എന്നതിന്റെ രീതിയാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ബ്രഷ് പിടിക്കേണ്ട രീതിയൊക്കെ പറഞ്ഞു. പിന്നെ വായിലേക്ക് തടവാൻ വേണ്ടിയിട്ട് കളയുന്നതിന് പകരം വായിലേക്ക് ഒന്ന് എന്താവുക വായിലേക്ക് അതും നമ്മൾ ഈ പറഞ്ഞ പോലെ കൃത്യമായ രീതികൾ വിധങ്ങൾ എങ്ങനെയാണ് ചെയ്തത്. സുമ്മ മജ്ജുഹു മിൻഹു, പിന്നെ അത് വിഴുങ്ങി കളയല്ല. അതിൽ അതിന്റെ രീതി നമ്മൾ 2 തള്ളവിരൽ എടുക്കാം, സുന്നത്താണ്. 2 തള്ളവിരൽ അതുപോലെ തന്നെ എന്നിട്ട് നമുക്ക് നമ്മളുടെ പല്ല് കടിച്ചു കഴിഞ്ഞാല് ചെവിയുടെ 2 സൈഡിൽ ഇങ്ങനെ ഇളകും. കൈകൊണ്ട് തന്നെ ആവലും സുന്നത്താണ്. അവിടെ വെക്കുക. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വീട്ടിൽ നിന്ന് ചെറിയ കുട്ടികളുടെ മൂക്ക് ഇവിടെ പറഞ്ഞു കേട്ടോ, വൃത്തിയാക്കുമ്പോൾ നമ്മൾ കിട്ടിയ വൃത്തിയാക്കി കൊടുക്കുക. വെച്ചിട്ട് പിന്നെ ഇടത്തെ കൈയാണ് അതിനൊക്കെ ഉപയോഗിക്കേണ്ടത്. കാരണം വലതിനൊരു പ്രാധാന്യം ഉണ്ടല്ലോ. സബ്ബാബത്ത് പറഞ്ഞാല് നമ്മുടെ ചൂണ്ടുവിരൽ, 2 ചൂണ്ടുവിരൽ പരസ്പരം യോജിപ്പിക്കുക. അപ്പം 2 ചെവിന്റെ അവിടെ തള്ളവിരൽ വെക്കുന്നു. എന്നിട്ട് ഇത് രണ്ടും 2 ചൂണ്ടുവിരൽ കൊണ്ട് കൂട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് മുകളിൽ നിന്ന് എല്ലാ നല്ല കാര്യങ്ങളിലും തലയിടാൻ ഇഷ്ടപ്പെടുമായിരുന്നു. അപ്പൊ വൃത്തിയാക്കുന്നത് നല്ല കാര്യം തന്നെയാണ്, പക്ഷെ വൃത്തിയാക്കപ്പെടുന്ന സാധനം ചീത്തയാണല്ലോ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് ഇടത് കൈയാണ്. അതേസമയം മുട്ടസൂപ്പിയാണ്. നമ്മള് കുട്ടികളെയും ചെറുപ്പത്തിലെ കൊണ്ടാണ് അയാൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ തന്നെ എന്താവും, അയാളുടെ മുടി മുഴുവനായിട്ട് നമ്മൾ പറഞ്ഞുകൊള്ളാവും. പിന്നെ തിരിച്ചെന്താവേണ്ട ആവശ്യമില്ല, ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട അവര് പിന്നെ അങ്ങനെ. അതേസമയം അങ്ങോട്ട് പോകുന്ന മുടി വേറെ, ഇങ്ങോട്ട് വരുന്ന മുടി വേറെ ഉണ്ടാവും. കുറെ മുടിയുള്ള ആൾക്കാർക്ക്, കുട്ടികൾ പിന്നെ കുറെ മുടിയുള്ള ആൾക്കാർക്ക് ഞാൻ അങ്ങോട്ട് പോകുമ്പോ മാത്രം ആക്കി കഴിഞ്ഞാൽ ബാക്കി മുടിയിലൊന്നും ചിലപ്പോൾ വെള്ളം ആവൂല. അപ്പൊ അവർക്ക് തിരിച്ചിങ്ങോട്ട് എന്റെ കുട്ടി മൂത്രം ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്താവാണ്, ഞാൻ മൂത്രം ഒഴിപ്പിച്ച് അതാണ് പിന്നെ തിരിച്ച് ഡൈനിങ് ഹാളിൽ കൊണ്ടുവരാണ്. അങ്ങനെയാണ് കൊണ്ടുവന്നപ്പോ തന്നെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞത്. പിന്നെ കുറെ മുടിയുള്ള ആളെ കാര്യത്തിലാട്ടോ, കുറച്ച് മുടിയുള്ളൂ, വെള്ളം ഒഴിച്ചാണ്ട് പിന്നെ 2 വട്ടം വരാൻ മാത്രമൊന്നും ഇല്ല. അല്ലെങ്കിൽ മുടി തന്നെ ഇല്ല, മുട്ടയാണ്. ഒറ്റ തവണ അങ്ങോട്ട് കൊണ്ടുപോയാൽ തന്നെ എല്ലായിടത്തും വെള്ളമാവുമല്ലോ. അപ്പൊ അത് മതിയാവും. മൂത്രം ഒഴിച്ച് അല്ലെങ്കിൽ പിന്നെ നമ്മള് വാഷ്റൂമിൽ പോയി വരുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഏറ്റവും അഫ്ളലായ രീതി, ഏറ്റവും നല്ല രീതി എന്താണ് തല മുഴുവനായിട്ടും തടവുന്ന രീതി. നമ്മൾ പറഞ്ഞാൽ പോലും പോലും അയാളുടെ ഇബ്ഹാമിനെ ശീലമായി കഴിഞ്ഞാൽ തള്ളവിരലിനെ ഇവിടെ ശീലത്തിന്റെ ഉണ്ടാവും. അങ്ങനെ ചൂണ്ടുവിരലിനെ യോജിപ്പിക്കുക, ബോധം വെച്ചിട്ട് യോജിപ്പിക്കാൻ അർത്ഥം. എന്നിട്ട് ബാക്കിയുള്ള വിരലുകൾക്കൊപ്പം ബാക്കിയുള്ള വിരലുകൾക്കൊപ്പം ഇസ്ലാം പഠിപ്പിക്കുന്നത്
തലയുടെ മുൻഭാഗത്തു നിന്ന് അതിനനുസരിച്ച് തന്നെ ആയിരിക്കും കൊണ്ടുപോവുക. പിന്നെ ലിഖഫാഹു അവരുടെ പിരടി വരെ, ജീവിതം ഉണ്ടാവുക. ഭാഗം പിരടി വരെ അങ്ങനെ കൊണ്ടുപോവുക. ആരപ്പോ തുമ്മ ഇലൽ മബ്ദഇ, പിന്നെ റളിയല്ലാഹു തുടങ്ങിയ അൻഹു സ്ഥലത്തേക്ക് തന്നെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യാം. ഇങ്ങനെയാണ് വരേണ്ടത്. ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞത് ഇൻകാന ലഹു ഷഅറുൻ യൻഖലിബു, അയാൾക്ക് മറിയുന്ന മുടി ഉണ്ടെങ്കിൽ എന്നാണ്. മറിയുന്ന മുടി എന്ന് പറഞ്ഞാൽ നേരത്തെ കുറെ മുടി ഉണ്ടെങ്കിൽ. എല്ലാവർക്കും മുടി ഇഷ്ടം പോലെയാണല്ലോ അല്ലെ. എന്റെ മുടിയല്ലേ മകൻ ട്രെൻഡ്. അല്ലെങ്കിൽ എന്റെ മകൾ ചില ശരിയായിട്ടില്ലെങ്കിൽ ആളുകളൊക്കെ അതിന്റെ വിചാരം മുടി ഉത്തരവാദിത്വത്തിൽ പിന്നെ ഭൂരിഭാഗവും അങ്ങോട്ട് നിന്റെ സൈഡ് അടുത്താണ് എടുത്താലേ കാണാൻ രസം എന്നെന്താന്നുണ്ട് ഉണ്ടാവുള്ളൂ ഭാര്യയോട് പറയുന്നുണ്ട്. കാരണം ആണുങ്ങളെ അല്ലെ. സംബന്ധിച്ചിടത്തോളം അവർ ജോലിയിലായിരിക്കും, പുറത്തായിരിക്കും. അതൊരു അപ്പോ ഭയങ്കര തെറ്റിദ്ധാരണയാണ്. പിന്നെ മുടി വീട്ടിൽ ശരിക്കും മാന്യമായി കൂടുതൽ വെട്ടിക്കഴിഞ്ഞാലാണ് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരാളുടെ ഭംഗി ആളുകൾ ഉണ്ടാവുക. ഇത്തരം കാര്യങ്ങളിൽ അത് എപ്പോഴാ നന്നായി മനസ്സിലാവുള്ളൂ, അയാൾ ശ്രദ്ധിക്കുകയും മാന്യമായിട്ട് ഇത്തരം വെട്ടണം, കാര്യങ്ങളെ അപ്പോഴാണ് വളരെ മനസ്സിലാവുള്ളൂ. സ്നേഹപൂർവ്വം അല്ലാത്ത ഓർമ്മിപ്പിച്ചു കാലത്തോളം കൊടുക്കുകയും ഇയാൾക്ക് തന്നെ അവർക്കത് രസമായിട്ട് പഠിപ്പിച്ചു തോന്നും. കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് നല്ലൊരു ഏതായാലും ശീലം പിന്നെ വളരെ പ്രധാനമാണ്. അങ്ങനെ ഒരു ശീലം അമാന്യമായ രീതിയിൽ മുടി ഉണ്ടാവുന്ന വെട്ടുന്നത് കുറെയൊക്കെ സമയത്ത് കുറഞ്ഞെന്ന് മാത്രമേ തോന്നുന്നുണ്ട്. പുതിയ കാലത്ത് പക്ഷെ നമ്മളെ മുമ്പൊക്കെ കുട്ടികളെ നമ്മൾ ഈ ഭയങ്കരമായിരുന്നു. പറഞ്ഞ പോലെ ഇപ്പൊ പിന്നെ ഈമാനികമായിട്ട് വളർത്താൻ അതിൽ നമുക്ക് ആൾക്കാർ പറ്റുകയുള്ളൂ. വിട്ടുകയാണ്. ഇപ്പൊ ഇപ്പോ എങ്ങോട്ടൊക്കെ നമ്മളെ നാട് ഫുട്ബോൾ പോകണമെന്ന് ഒരു കളിക്കാരൊക്കെ പിടുത്തമില്ല. നമ്മളെ എങ്ങനെയാ വെട്ടണമെന്ന് ഞാൻ നോക്കി തന്നെ നടക്കുകയാണ് അത്ഭുതപ്പെട്ടു. നമ്മളെ 9ാം അങ്ങനെ ക്ലാസ്സിലെ വെട്ടാൻ. സോഷ്യൽ സയൻസിന്റെ എന്നാലും വളരെ ടെക്സ്റ്റ് കുറച്ച് ബുക്കിൽ ഞാൻ ശതമാനം കേട്ടോ, നേരിട്ട് എല്ലാവരും കണ്ട്, ഒന്നുമില്ല. വളരെ പറഞ്ഞേ വളരെ കുറച്ച് കേട്ടിട്ടുള്ളൂ. ശതമാനം ആൾക്കാർ അതിലൊക്കെ ഓരോരോ രസം സോഷ്യൽ സയൻസിന്റെ കണ്ടെത്തുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ, പിന്നെ അതൊക്കെ പുതിയ ശരിക്കും എന്താ സോഷ്യൽ അറിയോ, സയൻസിന്റെ ടെക്സ്റ്റ് ഇതൊക്കെ ഒരു ബുക്കിൽ മാർക്കറ്റിംഗ് ആണെന്നാണ് കുട്ടികളെ നമുക്ക് മനസ്സിലാവുന്നത്. ഈ ലിംഗവുമായി ബന്ധപ്പെട്ട് ബാർബർമാരെ ലിംഗനിർണയവുമായി അല്ലെങ്കിൽ ബന്ധപ്പെട്ട് ബ്യൂട്ടീഷ്യൻ കാര്യങ്ങൾ അസോസിയേഷന്റെ പറയുന്നുണ്ട്. മാർക്കറ്റിംഗ് ഒരു തന്ത്രമാണ് ആണ് ഈ പെണ്ണ് എന്നത് മുടി മനുഷ്യന്മാരുടെ ഇടക്കിടക്ക് സ്റ്റൈല് സൃഷ്ടിയാണ്. മാറുക എന്നുള്ളത്. കാരണം ആണ് അവർക്ക് പണി ലിംഗ കുറയണം അല്ലെങ്കിൽ അങ്ങനെ പണി ഒരു സാധനം കൂടണം. ഇല്ല. പെണ്ണ് അങ്ങനെ അപ്പം ഒരു സാധനമൊന്നും പുതിയ ഇല്ല. പുതിയ സ്റ്റൈല് വരണം. ശരിക്കും നമ്മൾ ഇത്രയും കാലം നിങ്ങൾ ആണും ശ്രദ്ധിച്ചണോ, പെണ്ണും തീരുമാനിച്ചത് ഈ പിന്നെ എന്തുകൊണ്ടാ? നമ്മൾ മിഠായി പ്രസവിക്കുമ്പോൾ കൊടുക്കലുണ്ടല്ലോ, ഇപ്പൊ ഡോക്ടർമാർ പറയും കല്യാണത്തിന് മിഠായി അല്ലെ, കൊടുക്കുമല്ലോ, ആണിന്റെ ലിംഗാണെങ്കിൽ ആൺകുട്ടിയാണെന്ന് പറയും, അതിന്റെ ഒക്കെ പെണ്ണിന്റേതാണ് ട്രെൻഡ് പെണ്ണെന്ന് പറയും. ആരുണ്ടാക്കണ ഇനി ശരിക്ക് അതൊന്നും പറ്റൂല. ഈ ആണാണോ പിന്നെ പെണ്ണാണോ മിഠായി എന്നൊന്നും ആർക്കും കമ്പനികളുടെ തീരുമാനിക്കാൻ പറ്റൂല. മാർക്കറ്റിംഗ് അതൊക്കെ ഏജൻസി 18 വയസ്സ് ഉണ്ടാക്കുന്ന കഴിഞ്ഞതിന് ട്രെൻഡുകളാണ്. ശേഷം ഇപ്പൊ ഓരോ ഞാനൊരു ഉദാഹരണം വ്യക്തിയും പറയണം. ഇപ്പൊ ഞാനൊരു തീരുമാനിക്കേണ്ടതാണ്. മിഠായി കടന്റെ അപ്പൊ അതിനു മുമ്പോ ഓണറാണ് അതിനു വിചാരിക്കുക. മുമ്പ് എന്റെ സ്കൂളിലും ബിസിനസ്സാണ് മറ്റു ചോക്ലേറ്റ്. സ്ഥലങ്ങളിലും ജെൻഡർ അപ്പൊ ന്യൂട്രൽ ചോക്ലേറ്റിന്റെ ജെൻഡർ ന്യൂട്രൽ ഭയങ്കരമായ ആയിരിക്കണം. ബിസിനസ് അവിടെ നടക്കണമെങ്കിൽ ആണോ പെണ്ണോ ആൾക്കാർ ഒന്നും എഴുതാൻ തിന്നുന്നൊരു പാടില്ല. കണക്കൊക്കെ 18 ഉണ്ട്. വയസ്സിന് ശേഷം ചോക്ലേറ്റ് ഒരാൾക്ക് ഒന്നും ആൾക്കാർ തീരുമാനിക്കാം അവൻ എത്ര ആണാണോ ആയാലും പെണ്ണാണോ. കണക്കിലേറെ കഴിക്കൂല. ഒന്നോ ഇങ്ങനെയുള്ള രണ്ടോ മൂന്നോ ഒക്കെ സംഗതികളാണ് നമ്മളെ ഒരാൾക്ക് തിന്നാൻ സ്കൂളുകളിൽ കഴിയുള്ളൂ. ചെറുപ്പം മുതലേ പഠിപ്പിച്ചു അപ്പൊ പിന്നെ കൊടുക്കുന്നത്. അത് കൂടുതൽ അപ്പൊ അതൊരു കൂടുതൽ സ്കൂളത്തെ ബിസിനസ് വിഷയമായിട്ട് നടക്കണമെങ്കിൽ മാത്രം അതൊരു ഒതുങ്ങുകയും ട്രെൻഡായിട്ട് മാറണം. അങ്ങനെ സ്കൂളത്തെ ട്രെൻഡ് വിഷയമായി ആക്കാൻ മാത്രം വേണ്ടിയിട്ട് ഒതുങ്ങുകയും ഇവരുടെ നമ്മൾ നമ്മളെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ സംസ്കാരത്തിലും ഇവരുടെ ഇസ്ലാമിന്റെ ഫാമിലി സംസ്കാരത്തിലൊക്കെ ഒരു വളരണമെങ്കിൽ പരിപാടി നടക്കുമ്പോൾ പഴയ നമ്മൾ കാലത്തെ ഈ ഗൾഫിൽ നിന്ന് വരുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന പെട്ടിയിൽ ഇങ്ങനെയുള്ള മിഠായി സുന്നത്തുകൾ, കൊണ്ടുവരുന്ന ഇങ്ങനെയുള്ള പരിപാടികളൊന്നും കാര്യങ്ങൾ അവരെ കല്യാണത്തിന് ചെറുപ്പത്തിലേ 1,00,000ന്റെയും ശീലിപ്പിക്കൽ 50,000ന്റെയും വളരെ മിഠായി അത്യാവശ്യമാണ് കൊണ്ടുപോവുക, എന്നിട്ടത് എന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സാന്ദർഭികമായി പോസ്റ്റ് ചെയ്യുക. പറഞ്ഞത്. അങ്ങനെ പോട്ടെ. പുതിയ പുതിയ ഏതായാലും ട്രെൻഡുകൾ ഉണ്ടാക്കുകയാണ്. അതൊക്കെ പിന്നെ കംപ്ലീറ്റ് ഇടത്തെ കൈ കൊണ്ട്, ഏതാണ്, അല്ല, ഇടത്തെ കൈ കൊണ്ടാണ് മാർക്കറ്റിംഗ് ആണ് മൂക്ക് പിഴിയേണ്ടത്. എന്ന് പിന്നെ നമുക്ക് അറിയുകയും മൂക്ക് ചെയ്യരുത്. പിഴിയേണ്ടത് എല്ലാവർക്കും അറിയുന്ന എന്നുള്ളത് കാര്യം തന്നെയാണ്. മൂക്കുകളിൽ പക്ഷെ എന്നാലും തോണ്ടുന്നൊരു നമ്മൾ സ്വഭാവം ചില അതിന്റെ ഇടയിൽ ആൾക്കാർക്കൊക്കെ എന്താവുന്നു, ഉണ്ടാവും. അത് തോണ്ടിയിട്ട് കുടുങ്ങിപ്പോകുന്നു എന്താവുക, എന്നുള്ളതാണ് പിന്നെ അതിന്ന് ടാബ്ലറ്റ് അതിന്റെ ഒരു ഉണ്ടാക്കുക. സത്യം. ഇപ്പൊ ഞാനിവിടെ പഠിപ്പിക്കുന്ന കുട്ടികൾ ക്ലാസ്സിലൊക്കെ ഏതായാലും ചിലപ്പോൾ ഉണ്ടാവും ഞാനൊക്കെ ആകെ ഇങ്ങനെ 3000 തോണ്ടും. റുപ്യേന്റെ മിഠായി അപ്പൊ അപ്പൊ വാങ്ങിയിട്ടുണ്ട്. തന്നെ എന്നിട്ട് കളിയാക്കും. എനിക്ക് കാരണം അത് കിട്ടിയല്ലോ. കളിയാക്കണം. അങ്ങനെ കളിയാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എത്രക്ക് വാങ്ങിയാണ്? അത് അവർ ഒരു ശ്രദ്ധിക്കൂല. രസത്തിന് അങ്ങനെ ചോദിക്കാം. 4 നിങ്ങളൊക്കെ വട്ടം എത്രക്ക് 4 ആൾ മിഠായി കളിയാക്കി വാങ്ങിയാണ് കഴിഞ്ഞാൽ ഓരോരുത്തർ പിന്നെ അവരെ പറഞ്ഞാല് നിർത്തുകയും ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വാങ്ങിയിട്ടല്ലേ? ദുശ്ശീലങ്ങൾ യാ ചെറിയ അല്ലാ, കുട്ടികളിലൊക്കെ ഷാഫിക്ക ഉണ്ടാവും. നിങ്ങളെ അപ്പൊ അതൊക്കെ ജീവിതത്തിന്റെ പകുതി പോയി. മെല്ലെ മെല്ലെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഉപദേശിച്ചിട്ട്, അല്ലാ. കളിയാക്കിയിട്ടല്ല കേട്ടോ, ഉപദേശിച്ചിട്ടാണ് മാറ്റേണ്ടത്. ഞാനൊരു തമാശ പറഞ്ഞു. ആ, ഏതായാലും പിന്നെ ഇടത്തെ കൈ കൊണ്ടാണ് എന്താ വേണ്ടത്, മൂക്ക് ഷഹീൻ പിഴിയേണ്ടത്. കല്യാണം കഴിഞ്ഞല്ലേ? അതുപോലെ തന്നെ ഇദ്ഖാലു നിങ്ങൾ മിഠായി ഖിൻസരിൻ വാങ്ങിനോ? ഫീഹി, ഇടത്തെ കൈയിന്റെ തന്നെ ചെറുവിരൽ, ഓർമ്മയില്ല. ഇടത്തെ വാങ്ങിയണല്ലേ? കൈയിന്റെ ചെറുവിരൽ ആ, ഓക്കെ ഫീഹി, ഓക്കെ. മൂക്കിൽ കയറ്റലും സുന്നത്താണ്. അതെന്തിനാ? കൊള്ളു നോക്കാനല്ല. ഇസാലത്തു മാ ഫീഹി മിനൽ ഖദരി, അതിലുള്ള വൃത്തികേടുകൾ പുറത്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പം സോലിനി നമ്മൾ വാങ്ങാൻ പലവട്ടം കിടക്കാണ്. പറഞ്ഞതുപോലെ സോലി ഇസ്ലാമിന്റെ ഒരു 1,50,000 ഒരു വാങ്ങേണ്ടി ഒരു വരും. വൃത്തിയുടെ സോലിയെ സങ്കല്പം എന്ന് പറയുന്നത് എത്ര 1,50,000 ഭയങ്കരാണ് മിഠായി അല്ലെ, വാങ്ങേണ്ടി എത്ര വരും. മനോഹരാണ്. മൂക്കിൽ ഇടത്തെ കൈയിന്റെ വാങ്ങൂലേ? ചെറുവിരൽ കയറ്റി അതിലുള്ള ഓ. വൃത്തികേടുകളൊക്കെ എന്താവണം, പുറത്തെടുക്കണം. അത് പിന്നെ സുന്നത്താണ് എന്ന് പറയാണ്. ഇത് ഹംസക്ക മരിക്കുന്ന സമയത്തും ഉണ്ട്. മരിക്കുമ്പോ വാങ്ങിനോ? കുളിപ്പിക്കുമല്ലോ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. എന്തായാലും നമ്മൾ ഒരു ദിവസം മരിക്കുമല്ലോ. മൂപ്പര് മിഠായി അപ്പൊ തിന്നാ മരിക്കുന്ന തോന്നുന്നുണ്ട്. സമയത്ത് നമ്മളെ കുളിപ്പിക്കുമ്പോൾ തൊള്ളയിൽ ഈ കുളിപ്പിക്കുന്ന ആൾക്ക് ഈ പറഞ്ഞ പോലെ പോട്ടെ. തന്നെ അപ്പൊ കയ്യിൽ ഏതായാലും പിന്നെ വിരലുകളിൽ അതൊക്കെ ശീല ഓരോരോ കെട്ടി ട്രെൻഡാണ്. മരിച്ചയാളുടെ മൂക്ക് തോണ്ടി നല്ല ട്രെൻഡാണ് വൃത്തിയാക്കൽ ഏതായാലും സുന്നത്താണ്. മിഠായി ഒക്കെ. അപ്പം അതെല്ലാ സ്ഥലത്തും ഉണ്ട് എന്ന് പറയാം. അല്ലാ. ഇതാണ് അപ്പം വായിൽ തല നമ്മൾ അങ്ങോട്ടും ശ്രദ്ധിക്കേണ്ട ഇങ്ങോട്ടും കൊണ്ടുപോവുക, രണ്ടാമത്തെ അത് കാര്യം. സുന്നത്താണ്. തലല്ല, ഒന്നാമത് കൈ. നമ്മൾ കൈ പറഞ്ഞു കൊണ്ട് തല മറ്റു മുഴുവനായിട്ടും തടവേണ്ട സിവാക്കാണെങ്കിൽ രീതിയാണ് നമ്മൾ ഈ രണ്ടാമത്തത് പറഞ്ഞത്. ഇനി മൽമലത്തും ഇല്ല ഉപ്പിളിച്ചാട്ടമാണ്, അല്ലെങ്കിൽ വായിൽ ഫല്യക്തസിർ അല വെള്ളം ദിഹാബി, കൊപ്പിക്കുകയും ഇല്ലാന്ന് വെച്ചാല് അതുപോലെ തന്നെ ഇഷ്ടംപോലെ മൂക്കിൽ മുടിയൊന്നും ഇല്ല, വെള്ളം വളരെ കുറച്ച് മുടിയേ ഉള്ളൂ, കയറ്റി പാകത്തിനേ ഉള്ളൂ എങ്കിൽ ഒഴിവാക്കുകയും ചെയ്യുന്ന അങ്ങോട്ട് കാര്യമാണ്. കൊണ്ടുപോകുമ്പോൾ തന്നെ എല്ലായിടത്തും ക്ലിയർ നനയുമല്ലോ, അത് ആണല്ലോ അല്ലെ? മതിയാവും. ഇനി വൈൻകാന അല റഅ്സിഹി നഹ്വു ഓക്കെ. ഇമാമത്തിൻ, കണ്ടോ? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഒരാളെ തലയിൽ തൊപ്പിയുണ്ട്, അല്ലെങ്കിൽ തലയെക്കെട്ടുണ്ട്, അല്ലെങ്കിൽ തലേന്ന് എടുക്കാൻ പറ്റാത്ത ഇനി എന്തോ ഉണ്ട് എങ്കിൽ ഓക്കെ. ഇനി തമ്മമ മാ അലൈഹ, യുത്ലബു ഫിൽ മസ്ഹി, കുറച്ച് മാത്രം എന്താവുക,
മുടിയിൽ തന്നെ തടവുക. നമ്മള് ബേക്കുന്നോ മുന്നോ സൈഡിൽ വുളുവിൽ തടവുന്ന കാര്യം കുറച്ചുണ്ടാവുക തലയാണ്, നമ്മള് ബാക്കിയൊക്കെ നമ്മൾ മുടിയിൽ കഴുകാണ്. തന്നെ തടവുക. കാലായാലും ബാക്കിയോ കൈയായാലും മുഖമായാലും ഒക്കെ നമ്മൾ ബാക്കി കഴുകാണ്. തമ്മമ അലൈഹ, അതേസമയം ആ നമ്മൾ തലക്കെട്ടിന്റെ മേലെ കൂടെ തടവുന്ന ഇങ്ങനെ കൈ കാര്യം കൊണ്ടുപോയാൽ മതി. ഏതാണ്? തടവുന്ന കാര്യം അങ്ങനെ കൊണ്ടുപോയാൽ മതി. തലയാണ്. ബഅദ തല മസ്ഹിൻ തടവുമ്പോ നാസിയത്തിൽ നമ്മൾ ഇത്തിബാഇ, ശ്രദ്ധിക്കേണ്ട ഇത്തിബാഇന് കാര്യങ്ങളാണ് വേണ്ടിയിട്ട് നബിതങ്ങൾ അങ്ങനെ മുഴുവൻ അടുത്തതായിട്ട് തടവിയതല്ലേ, അപ്പൊ പിന്നെ എങ്ങനെ പറയുന്നത്. നമ്മൾ തടവാതിരിക്കുക നോക്കാം. എന്ന ഇത്തിബാഇന് വേണ്ടി നമ്മൾ മായത്തുലു ഫിൽ ആവശ്യമായ മസ്ഹ്, ഭാഗം തടവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകൾ. നിർബന്ധമായും വെള്ളം കൊണ്ട് തടവുമ്പോൾ നേരെ മുടി ശ്രദ്ധിക്കേണ്ട എന്താവുക തടവുക. സുന്നത്തുകൾ. അതന്നെ തടവുമ്പോ തന്നെ എന്താക്കുകയും ചെയ്യാ, ഒന്ന് മൂർധാവിന്റെ ഭാഗം ഇസ്തിആബു മസ്ഹിർ മുകളിലെ ഭാഗം റഅസി, തല തിരഞ്ഞെടുക്കുക. ബാക്കി മുഴുവനായിട്ടും എന്താവുക നമ്മൾ തടവുക. തൊപ്പിന്റെ തലക്കെട്ടിന്റെ മേലെ കൂടെ ഒക്കെ അതെടുത്ത് ഇങ്ങോട്ട് പോരും, അങ്ങോട്ട് ഇവിടെ ഇരിക്കും. കംപ്ലീറ്റ് ആക്കിയാൽ മതി ഇസ്തിആബു മസ്ഹിർ റഅസി, തല എന്നതുമാണ് നമ്മൾ പറയുന്നത്. മുഴുവനായിട്ടും അതാണ് തടവുക. സുന്നത്ത്. അപ്പോ നമ്മൾ ഇതൊക്കെ നേരത്തെ തന്നെ ഇത്തിബാണ്, പറഞ്ഞിരുന്നു, കാരണം തല നബിതങ്ങൾ അങ്ങനെ തടവുന്നതിൽ ചെയ്തു അതല്ല, എന്നുള്ളതാണ് ആ കസേര അതിന്റെയൊക്കെ എടുത്തു പോവാം. തല കാരണം തല എന്ന് പറയുന്നത്. മുഴുവനായിട്ടും തടവുക എന്നുള്ളത് ഓക്കെ, നമ്മുടെ മദ്ഹബിൽ നിർബന്ധമല്ല അല്ലെ? നമ്മുടെ മദ്ഹബിൽ തല മുഴുവനായിട്ടും തടവൽ അപ്പൊ നമ്മള് നിർബന്ധമല്ല. പിന്നെ ഇനി അതേസമയം മറ്റു പറയാനുള്ളത് മദ്ഹബുകളിൽ ഏതാണ്? മസ്ഫൽ മാലിക്കി ഉദ്നിന്, അതും കൂടെ മദ്ഹബായാലും കഴിഞ്ഞാൽ ഈ ഭാഗം ഹംബലി കഴിഞ്ഞു. മദ്ഹബായാലും ഹനഫി മസ്ഫൽ ഉദ്നൈൻ, മദ്ഹബായാലും രണ്ട് ഒക്കെ ചെവി തടവുക, അതുമായി ഏറ്റവും ബന്ധപ്പെട്ട മിനിമം സുന്നത്തുകൾ അല്ലെ. 4-1 രണ്ട് ചെവി നിർബന്ധമായിട്ടും തടവുക, കഴുകണം എന്നവർ രണ്ട് പറയുന്നത്. ചെവി നമ്മൾ തടവുന്നുണ്ട്. അഖല്ലുഹു 4-1 ഈസാലുൽ ബലലി നിർബന്ധമായിട്ടും കഴുകണം ഇലൈഹിമ, എന്ന് ഏറ്റവും പറയുന്നുണ്ട് ചുരുങ്ങിയത് അല്ലെ? അത് ഒരു നനവ് മൂർധാവായിരിക്കുക, രണ്ട് തലയുടെ മുകൾ ചെവിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഭാഗമായിരിക്കുക ഏറ്റവും ചുരുങ്ങിയത്. ചെവിയിലൊന്നായിട്ട് വെള്ളം അത്രയും ഒഴിക്കാൻ പറ്റൂലല്ലോ, ഭാഗമെങ്കിലും കഴുകണം എന്നാണ് പറ്റുമോ? ഇല്ലല്ലോ. മദ്ഹബിന്റെ ചെവിയും വ്യത്യസ്തമായ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ. പിന്നെ വ്യത്യസ്തമായ കണ്ണൊന്നും വെള്ളം അഭിപ്രായങ്ങളുള്ളത്. കൂടുതൽ വരാൻ അപ്പം ആ പറ്റാത്ത ഒരു സ്ഥലമാണ്. കാര്യം അതുകൊണ്ടാണ് നമ്മൾ നമുക്ക് നേരത്തെ നേരത്തെ തന്നെ അറിയാം. വുളു എടുക്കുമ്പം ഏതായാലും തല മുഖം മുഴുവനായിട്ട് കഴുകുന്ന തടവൽ സമയത്തും സുന്നത്താണ്. നമ്മൾ കണ്ണിനെ ഒഴിവാക്കിയിട്ടുണ്ട്. യുസന്നു കണ്ണിനുള്ളിൽ വെള്ളം ഇസ്തിആബുഹു ലിൽ ഒഴിക്കാതിരിക്കുകയാണ് വേണ്ടത്. ഇത്തിബാഇ, അത് ഹറാമാണ് ഇങ്ങനെ അല്ലെ. മുഴുവനായിട്ടും തടവൽ കറാഹത്താണ്. സുന്നത്താക്കിയത് നമ്മളെ എന്തുകൊണ്ടാണ് കണ്ണിന് എന്ന് ശല്യം ചോദിച്ചാൽ, ഉണ്ടാവുമെന്ന് കണ്ടാൽ അത് പിന്നെ ഹറാമുമാണെന്നാണ്. അത് അപ്പൊ ഇത്തിബായിനാണ്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു ചെവിയിലും അലൈഹി വെള്ളം വസല്ലമ ഒന്നായിട്ട് തങ്ങളെ ഒഴിക്കാനുള്ള പിന്തുടരാൻ സ്ഥലമല്ല. അപ്പൊ വേണ്ടിയാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളം കൊണ്ടാണ് നമ്മൾ ചെവിയൊക്കെ തടവേണ്ടത്. കാരണം എന്താ? പിന്നെ ചെവി ഇത് ഹുവ കൃത്യമായിട്ട് അക്സറു മാ നേരത്തെ വറദ പറഞ്ഞ ഫീ പോലെ തന്നെ സിഫത്തി ചെവി തടവി വുളൂഇഹി. കഴിഞ്ഞാൽ ചെവിയിൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശക്തിയും വുളു മറ്റു എടുക്കുന്ന പ്രശ്നങ്ങളൊന്നും സമയത്ത് അടിഞ്ഞുകൂടുന്ന പ്രശ്നം കൂടുതൽ ഉണ്ടാവില്ല. സമയത്തും, മറ്റേ ചില നബി തങ്ങൾ വുളു ആളുകൾക്കൊക്കെ എടുക്കുന്ന ഉണ്ടാവും, സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ ചെവിയുടെ ഉള്ളിൽ ക്ലീൻ സമയത്തും ചെയ്യേണ്ട പണിയുണ്ടാവും. ഹദീസ് റിപ്പോർട്ട് ചെയ്ത അത് കൃത്യമായിട്ട് സമയത്തെല്ലാം വുളുവിന്റെ സുന്നത്ത് നബിതങ്ങൾ പാലിക്കാത്തതുകൊണ്ടാണ്. തല പൂർണ്ണമായും തടവിയതായിട്ട് നോക്കാം. എന്തായിരുന്നു അപ്പൊ ഹദീസിൽ അഖല്ലുഹു, ഏറ്റവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചുരുങ്ങിയത് ഈസാലുൽ ബലലി ഇലൈഹിമ, ഹദീസിൽ രണ്ട് നബിതങ്ങൾ ചെവിയിലേക്കും പൂർണ്ണമായും തല നനവെത്തുക. തടവിയതാണ് കുറച്ച് വെള്ളം മിക്ക കയ്യിൽ സമയങ്ങളിലും ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്. എടുത്തിട്ട് അപ്പൊ കുറച്ച് നനവ് രണ്ട് തടവിയതും ചെവിയിലേക്കും ഉണ്ട്. വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ചുരുങ്ങിയത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം വൽ പല അക്മലു, മദ്ഹബുകളിലും പരിപൂർണമായ ഇത് നിർബന്ധവും രീതിയാവട്ടെ, ആക്കിയിട്ടുള്ളത്. കാരണം അയ്യംസഹ നബിതങ്ങളിൽ നിന്നും ളാഹിറഹുമ അധിക വബാത്തിനഹുമ, സമയത്തും ചെവിയുടെ ഉള്ളും പൂർണ്ണമായാണ് പുറവും തല തടവുക തടവിയത് എന്ന എന്നുള്ളതാണ്. റിപ്പോർട്ടുള്ളത് കഴുകുക കൊണ്ട് എന്നല്ല, അതിനൊരു പ്രാധാന്യം തടവാണ്. കൊടുത്തു. അതേസമയം ചെവിയുടെ നമ്മുടെ ഉള്ളും മദ്ഹബിൽ പുറവും തലയിൽ തടവുക നിന്ന് എന്നതാണ്. ഒരു മുടിയാണെങ്കിലും ബിഇബ്ഹാമൈഹി തടവിയാൽ മതി വസബ്ബാബത്തൈഹി എന്നതാണ്. ബിമാഇൻ ഗൈരി ഏതായാലും മാഇർ റഅസി. യുസന്നു അത് ഇസ്തിആബുഹു, തല പുതിയ വെള്ളം പൂർണ്ണമായും എടുക്കണം കേട്ടോ. തടവൽ സുന്നത്താവുന്നത് എന്റെ എന്തുകൊണ്ടാണ്? ലിൽ വല്യമ്മൊക്കെ ഇത്തിബാഴി, അത് സുന്നത്ത് കൊണ്ടാണ്. ആരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഏതൊക്കെ സുന്നത്തിന് സ്ത്രീകള് വേണ്ടിയാണ്. നബിതങ്ങൾ വുളു അങ്ങനെ എടുക്കുമ്പോ ചെയ്തതുകൊണ്ട് എന്റെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ കണ്ട ചെയ്യുന്നു ഓർമ്മയാണ്. തല എന്ന് തടവിയിട്ട് മാത്രമല്ല, ചെവിക്ക് ഖുറൂജൻ വേണ്ടിയിട്ട് ബിൻ പുതിയ വെള്ളം ഖിലാഫി എടുക്കൂല. മാലിക്കിൻ അഹ്മദ് തലയും റഹിമഹുല്ലാ ചെവിയും എന്താവും ഹൈസു ഒരുമിച്ചാവും. അതായത് ഔജബ, കുറച്ച് അല്ലേ? വെള്ളം നമ്മൾ എടുക്കുമ്പോൾ നേരത്തെ തന്നെ തലയിടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഖുറൂജൻ തന്നെ ബിൻ പിന്നെ എന്താ ഖിലാഫി കാണാ, മാലിക്കിൻ, ചെവിടും കൂടെ ഇമാം മാലിക് തടവുന്ന കാണാം. റളിയല്ലാഹു ഇല്ലേ? അൻഹുവിന്റെ മാലിക്കി അങ്ങനെ പല മദ്ഹബിനോടും ആളുകളും ചെയ്യാറുണ്ട്. അതുപോലെ അതൊരു തന്നെ അഹ്മദ് ബിൻ തെറ്റിദ്ധാരണയാണ്. ഹംബൽ പുതിയ വെള്ളം തന്നെ റളിയല്ലാഹു എടുക്കണം, അൻഹുവിന്റെ അതാണ് അതിന്റെ മദ്ഹബിനോടും സുന്നത്തായ രീതി. നമ്മൾ അപ്പോ ഒരു നിലയ്ക്ക് പിന്നെ എതിരാണല്ലോ. പക്ഷെ നമ്മൾ എതിരാവുമ്പോൾ എന്താ, തന്നെ ആ എതിരിൽ നിന്നും നമ്മൾ യെസ് പുറത്തു യെസ്, അപ്പൊ കടക്കുകയും ഉള്ളും പുറവും സുന്നത്താണ് എന്ന തടവണം എന്ന് നിലക്ക് പറഞ്ഞു. പൂർണ്ണമായും അത് തല തടവേണ്ടത് തടവുകയും ചെയ്യുക പിന്നെ എന്നത് അതിനു ബിമാഇൻ വേണ്ടി ഗൈരി കൂടിയാണ്. മാഇർ അപ്പം റഅസി, തല മറ്റു തടവാൻ വേണ്ടി മദ്ഹബുകളോട് ഉപയോഗിച്ച വെള്ളം നമ്മൾ കൊണ്ടല്ല, പുതിയ കാണിക്കുന്ന വെള്ളം കൊണ്ട് ഒരു തന്നെയാണ് തടവേണ്ടത്. പരസ്പര ബഹുമാനം അത് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രതിപക്ഷ തടവേണ്ടത്? ബി ബഹുമാനം ഇബ്ഹാമൈഹി എന്നതാണ് ശരിക്കും ഇത്, വസബ്ബാബത്തൈഹി, അല്ലെ? നേരത്തെ ഓരോ പറഞ്ഞ പോലെ തന്നെ മദ്ഹബുകളും അവരവരുടെ തള്ളവിരലും ഇജ്തിഹാദ് ചൂണ്ടുവിരലും ഗവേഷണം ഉപയോഗിച്ചിട്ടാണ് അനുസരിച്ചാണ് കേട്ടോ. തള്ളവിരലും മസ്അലകൾ ചൂണ്ടുവിരലും ഉപയോഗിക്കാം. അപ്പം വരുന്നത്. ചെവിയുടെ പക്ഷെ പുറത്ത് അങ്ങനെ തള്ളവിരലും മസലകൾ ചെവിയുടെ വരുമ്പോൾ തന്നെ ഉൾഭാഗത്ത് അവർ ചൂണ്ടുവിരലും പരസ്പരം ഉപയോഗിക്കുക. ബഹുമാനം എന്നിട്ടാണ് നമ്മൾ കാണിക്കുകയും എന്താവേണ്ടത്, മറ്റു ഇങ്ങനെ മദ്ഹബ് ഇവിടെ ചെവി ഈ ഒരു തടവേണ്ടത്. കേസിൽ നോക്കി നിങ്ങൾ, മാലിക്കി മനസ്സിലായില്ലേ? മദ്ഹബിലും അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഹംബലി അതാ മദ്ഹബിലും കൃത്യമായിട്ട് തല പറയുന്നുണ്ട്. മുഴുവനായും സുമ്മ തടവൽ സിമാഖൈഹി നിർബന്ധമാണ് ബി തൊറഫൈ എന്ന് ഷാഫി മുസബ്ബിഹത്തൈഹി മദ്ഹബിലെ ബിമാഇൻ ഷാഫി ജദീദിൻ ഇമാമിനും സുമ്മ മദ്ഹബിലെ യുൽസിഖ മറ്റു കഫൈഹി പണ്ഡിതന്മാർക്കും വഹുമ അറിഞ്ഞതുകൊണ്ട് മബ്ലൂലത്താനി ബിൽ ഉദ്നൈനി അവരെന്താക്കുന്നു? ഇസ്തിദ്ഹാറൻ. ഇത്രയും പൂർണ്ണമായും തടവൽ സുന്നത്തുകളുണ്ട്. സുന്നത്താക്കുന്നു. നമ്മൾ പറഞ്ഞു ഏറ്റവും ചുരുങ്ങിയത് അതെന്തിനാണെന്ന് പറയണു? നനവ് ഒന്ന് ചെവിടിലേക്ക് ഹദീസിൽ എത്തുക അങ്ങനെ ഉള്ളത് എന്നുള്ളതാണ്. കൊണ്ട്, പൂർണ്ണമായ രണ്ട് രൂപം മറ്റു ചെവിന്റെ ഉള്ളും മദ്ഹബുകളോടുള്ള പുറവും അഭിപ്രായ വ്യത്യാസം എന്താവണം, നമ്മൾക്ക് എന്താവാൻ തടവണം. പാടില്ല. അത് അതൊരു തടവേണ്ടത് ദേഷ്യത്തിന്റെ പുറത്തോ ബിബ്ഹാമൈഹി അല്ലെങ്കിൽ നമ്മൾ വലിയ വസബ്ബാബത്തൈഹി, സംഭവം ആയതുകൊണ്ടോ തള്ളവിരലും അതുപോലെ ആയിക്കൂടാ. തന്നെ പിന്നെ ചൂണ്ടുവിരലും എന്താവണം? എടുത്തിട്ടാണ് പുതിയ അവരോടുള്ള വെള്ളം കൊണ്ടാണ് ബഹുമാനത്തിന് നമ്മൾ കാരണമാവാണ് വേണ്ടത്. തടവേണ്ടത് അപ്പൊ എന്നും പഴയ കാലത്തെ പറയുന്നു. ഉണ്ട് ഏത് ഈ പണ്ഡിതന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെയോ, പിന്നെ സുമ്മ സിമാഹൈഹി, പിന്നെ ഏതും കൂടെ തടവണം, സിമാഹും കൂടെ തടവണം. ബി തൊറഫൈ മുസബ്ബിഹത്തൈഹി, ചൂണ്ടുവിരലിന്റെ അറ്റം കൊണ്ട്. ഇപ്പൊ ചൂണ്ടുവിരലിന്റെ അറ്റം കൊണ്ട് ചെവിടിന്റെ ആ ദ്വാരത്തിന്റെ ഭാഗം ഉണ്ടല്ലോ, അവിടം കൂടെ ഒന്ന് തടവുക.
ഒരു മിനിറ്റ് കേട്ടോ, ചെറിയൊരു സംശയമുണ്ട്. ഒറ്റ മിനിറ്റ്. ഷെരീഫൊക്കെ പോയോ? ഹലോ. ഇവിടെ അല്ല, സിമാഹ് ചിത്രം കാണിച്ചു തരാൻ പറ്റുന്ന ചിത്രം കാണുന്നില്ല. ഞാൻ ഗ്രൂപ്പിലിടാം കേട്ടോ. സിമാഹ് ഏതാണ്, ചെവിൻ്റെ ഒരു ഭാഗം കാണിക്കുന്ന ചിത്രം ഉണ്ടായിരുന്നു. പെടപ്പെട്ടു, ഞാൻ ഗ്രൂപ്പിലിടാം. അപ്പോൾ പിന്നെ സിമാഹ് എന്ന് പറഞ്ഞാൽ ചെവിയുടെ പുറംഭാഗം. ഏത് പുറംഭാഗമല്ല, ഒരു മിനിറ്റ്, അത് ഞാൻ പറയാം കേട്ടോ. അത് ചെറിയൊരു ഡൗട്ട് ഉണ്ട്, പുറത്താണോ അതോ ചെവിയുടെ ആ ഒരു ഭാഗമാണോ എന്നുള്ളത് ഞാൻ ഗ്രൂപ്പിൽ പറയാം. ഏതായാലും സിമാഹ് കഴുകേണ്ടതും സുന്നത്താണ്. അത് ഏതുകൊണ്ടാണ് കഴുകേണ്ടത്? മുസബ്ബിഹത്തൈഹി, 2 ചൂണ്ടവിരൽ ഉപയോഗിച്ചിട്ടാണ് കഴുകേണ്ടത്. അതും ബിമാ ഇൻ ജദീദിൻ, പുതിയ വെള്ളവുമാണ് അതിനും എടുക്കേണ്ടത്. അപ്പം ചെവി കഴുകുമ്പോൾ തന്നെ 2 തവണ വെള്ളം എടുക്കണം എന്നർത്ഥം. ഒന്ന് എന്താവുക, ചെവി സാധാരണ നമ്മൾ തടവുന്നത് പോലെ തടവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ രണ്ടാമത്തത് ചെവിയുടെ സിമാഹ് കഴുകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സുമ്മ യുൽസിഖ കഫൈഹി വഹുമാ മബ്ലൂലത്താനി ബിൽ ഉദ്നൈനി ഇസ്തിൽഹാറൻ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെവി 3 വട്ടം നമ്മൾ കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2 കൈയും എടുക്കാം. 2 കൈയും എടുത്തിട്ട് എന്താവുക, അതിൽ നനവുണ്ടാവുമല്ലോ, ആ നനവുള്ള കൈ ചെവിയുടെ പുറത്ത് ഇങ്ങനെ എന്താവുക, ഒട്ടിച്ച് വെക്കുക. നമ്മൾ ചെവി ഇങ്ങനെ പൊത്തി വെക്കൂലേ, അതേപോലെ ആ ചെവി ഇങ്ങനെ പൊത്തി വെക്കുക. അതും സുന്നത്താണ്. അപ്പൊ ഇത്രയും എന്തുണ്ട്, ചെവി കഴുകുന്നതിലെ സുന്നത്തുകളുണ്ട്. മനസ്സിലായല്ലോ?